സർക്കാർ നോക്കുകുത്തി. അരിക്ക് പിന്നാലെ പച്ചക്കറി വിലയും കുതിച്ചുയരുന്നു. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില കുതിച്ചുയരുന്നു. ഓണവിപണിയെ പോലും ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് പൊതുവിപണിയിൽ ഉൽപ്പന്നങ്ങൾക്ക് അനിയന്ത്രിതമായ രീതിയിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പാവയ്ക്ക, വെണ്ടയ്ക്ക, ബീറ്റ്റൂട്ട് എന്നിവയ്ക്ക് 60 രൂപയ്ക്ക് മുകളിലാണ് വിപണിയിലെ വില. മുൻ ആഴ്ചകളിൽ തുച്ഛമായ വിലയ്ക്ക് ലഭിച്ചിരുന്ന തക്കാളിയുടെ വിലയും ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. പച്ചക്കറികൾക്ക് പുറമെ അരി വിപണിയിലും കനത്ത പ്രഹരമാണ് ഉപഭോക്താക്കൾക്ക് നേരിടുന്നത്. പൊതുവിപണിയിലെ ഈ ചൂഷണം തടയാൻ സപ്ലൈകോ, ഹോർട്ടികോർപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങൾ വഴി സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ സുലഭമായി എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ ചെയ്യുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. സംസ്ഥാനം കടുത്ത ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒടുവിൽ 4ാം നാൾ മൗനം വെടിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ദുരന്തമുഖത്ത് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന ആരോപണങ്ങൾക്കിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. പ്രകൃതി ദുരന്തം നാശം വിതയ്ക്കുമ്പോൾ മുഖ്യമന്ത്രി വിരുന്നു സൽക്കാരങ്ങളിലും ഹോട്ടൽ, ജ്വല്ലറി ഉദ്ഘാടനങ്ങളിലും പങ്കെടുത്തത് വലിയ രീതിയിലുള്ള പൊതുജന രോക്ഷത്തിന് ഇടയാക്കിയിരുന്നു. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളോട് തട്ടിക്കയറിയും പരിഹസിച്ചും തന്റെ നടപടികളെ ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ജയിൽ മേധാവി എസ് ശ്രീജിത്തിന് DGP-ആയി സ്ഥാനക്കയറ്റം നൽകിയ നടപടിയിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിക്ക് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് ഇത്ര തിടുക്കമെന്നും വിഷയം സംബന്ധിച്ച ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെ ധൃതി പിടിച്ച് തീരുമാനമെടുത്തത് ശരിയായില്ലെന്നും കോടതി വ്യക്തമാക്കി. ADGP-യെ DGP-ആയി ഉയർത്തുമ്പോൾ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വിജിലൻസ് ക്ലിയറൻസ് ഈ നിയമനത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കോടികളുടെ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രതിയായ സെക്രട്ടറി കെ രതീഷ് സംസ്ഥാന സർക്കാരിന്റെ നിർണായക പദവികളിൽ നിന്ന് പുറത്തേക്ക്. കേസിൽ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥൻ ഉയർന്ന തസ്തികകളിൽ തുടരുന്നതിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് രതീഷ് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. രാജി സമർപ്പിച്ചതോടെ റൂട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ, ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നീ പദവികളും അദ്ദേഹത്തിന് ഉടൻ നഷ്ടമാകും. സിൽവർ ലൈനും ഇ ശ്രീധരന്റെ ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയും കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയും ഉപേക്ഷിച്ചെന്ന് കേന്ദ്ര സർക്കാർ. തിരുവനന്തപുരം കണ്ണൂർ ഹൈസ്പീഡ് പദ്ധതി നിലവിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം നടപ്പാക്കാനാകില്ലെന്നാണ് സംസ്ഥാനം അറിയിച്ചതെന്നും കേരളത്തിലെ റെയിൽവേ വികസനത്തിന് മുൻ നിശ്ചയിച്ച പദ്ധതികളുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷണം വേണമെന്ന RTI പ്രവർത്തകന്റെ ആവശ്യത്തിന് പിന്നാലെ വിശദീകരണവുമായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ രംഗത്തെത്തി. US-ലെ ബോസ്റ്റൺ സർവകലാശാലയിലെ പഠനം കുടുംബത്തിന്റെ സാമ്പത്തിക സഹായത്തോടെയല്ല നടത്തിയതെന്നും സർവകലാശാല നൽകിയ സ്കോളർഷിപ്പിന്റെയും വിദ്യാഭ്യാസ വായ്പയുടെയും സഹായത്തോടെയാണ് പഠനം പൂർത്തിയാക്കിയതെന്നും അഭിജിത്ത് വ്യക്തമാക്കി. വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക അതിക്രമ പരാതി കേസിൽ മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അധ്യക്ഷനും മുൻ BJP MP-യുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ ഡൽഹി റോസ് അവന്യൂ കോടതി വെറുതെ വിട്ടു. കേസിൽ സഹപ്രതിയും WFI മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ വിനോദ് തോമറിനെയും കോടതി കുറ്റമുക്തനാക്കിയിട്ടുണ്ട്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല സ്റ്റുഡൻസ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ഡാനിഷ് അലിയുടെ കുടുംബത്തിന് നേരെ പോലീസ് നീക്കം. മധ്യപ്രദേശിലുള്ള ഡാനിഷിന്റെ തറവാട്ട് വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തതായി പരാതി ഉയർന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലുകൾ കുടുംബത്തെ ഭീതിയിലാഴ്ത്തിയെന്ന് ആരോപിച്ച് ഡാനിഷ് അലി ഇൻസ്റ്റഗ്രാമിലൂടെ രംഗത്തെത്തി. വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഗാൻസു പ്രവിശ്യയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ വൻ നാശനഷ്ടം. അപ്രതീക്ഷിതമായുണ്ടായ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും 25 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നതായും ചൈനീസ് എമർജൻസി മാനേജ്മെന്റ് മന്ത്രാലയം വ്യക്തമാക്കി.
ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.